ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി കഠിനമായ തപസ്സനുഷ്ഠിക്കുകയുണ്ടായി. ഗ്രീഷ്മത്തിൽ പഞ്ചാഗ്നി മധ്യത്തിലും ശിശിരത്തിൽ കഴുത്തുവരെ ജലത്തിൽ മുങ്ങിയും മറ്റുമായിരുന്നു ആ തീവ്ര തപസ്. സ്വാഭാവികമായി കൊഴിഞ്ഞു വീഴുന്ന ഇല മാത്രം ഭക്ഷിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി ദേവി. അങ്ങനെ തപസ് വഴി ജീവൻ പോലും വെടിയാൻ തുനിഞ്ഞതിലൂടെ പാർവതിക്ക് അപർണ എന്ന പേര് ലഭിച്ചു. ഈ തീവ്ര തപസ് മൂലം ദിക്കുകൾ തപിച്ചു തുടങ്ങി. ആ അവസരത്തിൽ ഭഗവാൻ ശിവശങ്കരൻ പാർവതിക്ക് തന്നിലുള്ള പ്രേമവും വിശ്വാസവും പരീക്ഷിച്ചുറപ്പിക്കാൻ ജടാധാരിയായ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ പാർവതിയുടെ തപോവനത്തിലെത്തി. അപ്പോൾ ഭഗവാൻ സ്വീകരിച്ച അവതാരമാണ് ജഡിലൻ. അതിഥിയായി വന്ന ബ്രഹ്മചാരിയെ ദേവി ഭക്തി ബഹുമാനപൂർവ്വം സ്വീകരിച്ച് സൽക്കരിച്ചു. അന്യോന്യം കുശലം പറയുമ്പോൾ തപസ്സിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ജഡിലൻ പാർവതിയോട് ചോദിച്ചു. ശിവനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടിയാണെന്നായിരുന്നു മറുപടി. അത് കേട്ട ബ്രഹ്മചാരി ശിവപത്നി പദം ആഗ്രഹിച്ചാണ് ഈ തപസ്സെങ്കിൽ അത് നിർത്തുകയാണ് നല്ലതെന്ന് ഉപദേശിച്ചു. തൻ്റെ വാദം സമർത്ഥിക്കാൻ ജഡിലൻ ശിവൻ്റെ കുറവുകൾ പെരുപ്പിച്ചു പറഞ്ഞു. പാർവതീദേവി ഈ വാക്കുകൾ ഓരോന്നും യുക്തിയുക്തം ഖണ്ഡിച്ച് ശിവഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. എന്നിട്ടും ബ്രഹ്മചാരി ശിവനിന്ദ തുടർന്നപ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് തടയുവാൻ തോഴിയോട് നിർദ്ദേശിച്ച ശേഷം ദേവി അവിടം വിട്ടു പോകാനൊരുങ്ങി. അത്തരണത്തിൽ ജഡിലൻ സാക്ഷാൽ ശിവരൂപം സ്വീകരിച്ച് പാർവതിയുടെ കരം ഗ്രഹിച്ച് എവിടേക്ക് പോകുന്നുവെന്ന് ചോദിച്ച് തടഞ്ഞു. അന്നു തൊട്ട് താൻ അവളാൽ തപസ്സുകൊണ്ട് വാങ്ങപ്പെട്ട ദാസനായി തീർന്നുവെന്ന് ഭഗവാൻ പറഞ്ഞു. ദേവി ആനന്ദത്താൽ ആറാടി. തപസ്സുകൊണ്ട് ദേവി വാങ്ങിയ ദാസനാണ് താനെന്ന് ശിവൻ പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞത് തൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് മകളെ ഭിക്ഷയായി ചോദിക്കണം എന്നായിരുന്നു. ഇത്രയും പറഞ്ഞ് പാർവതി ഹിമവാന്റെ അരികിലേക്കും ശിവൻ കൈലാസത്തിലേക്കും പോയി. പ്രിയപുത്രി കാര്യസാധ്യത്തിനായി വരുന്നുവെന്നറിഞ്ഞ ഹിമവാനും പത്നി മേനയും വളരെയധികം സന്തോഷിച്ചു. ഹിമവാൻ സ്നാനത്തിനായി പോയ സമയത്ത് ഭഗവാൻ ശിവൻ ഒരു നർത്തകൻ്റെ വേഷത്തിൽ മേനയുടെ സമീപം വന്ന് ഉടുക്കുകൊട്ടി കുഴലൂതി നടനം തുടങ്ങി. നടനം കണ്ട് സന്തോഷിച്ച മേന സമ്മാനമായി രത്നങ്ങൾ കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ നർത്തകൻ അത് നിരസിച്ച് പുത്രിയായ പാർവതിയെ ഭാര്യയായി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. അത് കേട്ട് കോപം പൂണ്ട മേന ഹിമവാനോട് വിവരം പറഞ്ഞു. രാജസേവകർ നർത്തകനെ അവിടെ നിന്നും അകറ്റാൻ ശ്രമിച്ചപ്പോൾ അയാൾ ആദ്യം വിഷ്ണു രൂപവും പിന്നീട് ബ്രഹ്മരൂപവും സൂര്യരൂപവും സ്വീകരിച്ചു. ഒടുവിൽ നർത്തകൻ സാക്ഷാൽ ശിവരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഗിരിജയെ ഭിക്ഷയായി ചോദിച്ചു. ഹിമവാനും മേനയും സന്തോഷപൂർവ്വം പുത്രിയെ ശിവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറായി. ഇതാണ് നർത്തനാവതാരം. ശിവ ശിവ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ.